ഇന്ന് ഈ ഒരു വ്ളോഗിൽ ഒരു കുട്ടി സ്റ്റോറിയാണ് പറയുന്നത്. ഈ കാണുന്ന ബജാജ് വിക്രാന്തിൻ്റെ ഒരു റീസ്റ്റോറേഷൻ സ്റ്റോറി. ഈ ബൈക്ക് 2.5 വർഷമായിട്ട് ഒരു തരത്തിലും വർക്കാകാതെ മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടന്ന ഒരു ബൈക്കാണ്. ഒരുപാട് പാടുപെട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ. ആദ്യമൊന്നും ഈ ഒരു ബൈക്കിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുറേ വർക്ക്ഷോപ്പിൽ കാണിച്ചു, പിന്നെ ചോദിച്ചു, എന്നിട്ടും പറ്റിയില്ല. അവസാനം ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. ഈ ഒരു ബൈക്കിൻ്റെ വാൽവ് ഗൈഡ് പൊട്ടിക്കീറി പോയതായിരുന്നു കാരണം. അങ്ങനെ നോക്കിങ്ങോട് കൂടിയാണ് ഈ ഒരു ബൈക്ക് പണ്ട് ഓടിയിരുന്നത്. ഈ ബൈക്കിൻ്റെ വാൽവ് സീറ്റിംഗ് ചെയ്യാൻ 2000 ബഡ്ജറ്റിന് അടുപ്പിച്ചാകും. അങ്ങനെ അതിലും ബഡ്ജറ്റ് കുറച്ച് മറ്റൊരു വിക്രാന്തിൻ്റെ നല്ലൊരു ഹെഡ് എടുത്ത് മാറ്റി വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ഫുൾ എൻജിൻ സെറ്റാക്കി ഫൈനലി ബൈക്ക് സ്റ്റാർട്ടായി. ബട്ട് പിന്നെയും ഒരു പണി കിട്ടി. ബൈക്കിൻ്റെ ടാങ്ക് ഫുള്ള് ലീക്കിംഗ് ആയിരുന്നു. ഇത്രയും വർഷം ഇരുന്നതല്ലേ, ഫുൾ റെസ്റ്റ് ആയത് കാരണമാണ് ലീക്കിംഗ് ആയത്. റീസ്റ്റോർ ചെയ്യുന്ന ടൈമിൽ പുതിയൊരു ടാങ്ക് വാങ്ങാൻ പ്ലാൻ ഇട്ടു. പക്ഷേ അത് മാറ്റി ഈ ടാങ്ക് തന്നെ റീസ്റ്റോർ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് കെമിസ്ട്രി പരമായി അതിലേക്ക് കുറച്ച് ഫിസിക്സും കൂടി ചേർത്ത് ടാങ്കിൻ്റെ ഓൾമോസ്റ്റ് റെസ്റ്റൊക്കെ ഞങ്ങൾ കളഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ഒരു അടിപൊളി പരിചയമുള്ള ഒരു ചേട്ടൻ്റെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എവിടെയൊക്കെയാണോ അവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ഗ്യാസ് വെൽഡ് ചെയ്തു. ഫൈനലി വണ്ടി ഓടുന്ന കണ്ടീഷനിലായി. ഇനിയും വർക്ക്സ് ഒരുപാട് കിടക്കുവാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നേരത്തെ റീസ്റ്റോർ ചെയ്ത ആ ഒരു വീഡിയോ ഇടാൻ കഴിയാവുന്നത് ക്യാമറയുടെയൊക്കെ ആ ഒരു ഇഷ്യൂ കാരണമാണ്. 2.5 വർഷങ്ങൾക്ക് ശേഷം ഒരു വിക്രാന്തിൻ്റെ തിരിച്ചു വരവ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.